ആ തബല വർഗീസ് ഇന്നും വന്നിട്ടില്ലേ? ഇല്ല അച്ചോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കുകയാണ്. എന്താ പ്രസവം, കാണേണ്ട കാഴ്ചയാണ് അച്ചോ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. അവനന്ന് 3 മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവൂന്ന്. എന്റെ കർത്താവേ, 6 മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പണ്ടാരം ഉടങ്ങാൻ. ആനയുടെ പുറത്ത് കയറ്റാൻ കണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിന് ഇല്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശെണ്ണി തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ? താനെന്താണ് എന്നോട് ചൂടാവണത്? താൻ പോയി അച്ഛനോട് പറ. താൻ വരട്ടൊന്നും വേണ്ട, ഞാൻ അച്ഛനെ വിറപ്പിക്കും. നോക്കിയോ, ഇത്രയും മണി വിറപ്പിച്ചോ, പക്ഷെ വെറുപ്പിക്കരുത്. ഇയാൾ കൂടെ വാ. വാടാ, നമുക്കൊരു ചായ അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു. പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം അല്ലടോ? എത്താ വെച്ചോ? പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? അയ്യോ, സത്യമായിട്ടില്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. കാശെടു. 3000-ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല. പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ. പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ചോ, വണ്ടിക്കൊരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. കഴുത്തിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമ കാണാൻ പോവാനോ? ഞാനില്ല. അച്ഛൻ അറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപഠിക്ക്. ഒരു അച്ഛൻ ചേട്ടൻ ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ, അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ചിന്റെ ആണുങ്ങളുടെ ശബ്ദത്തിലെ അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയം ആവണം. പിന്നെ അച്ചോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ. ലത ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ വന്ന്? ഞാൻ കട്ടിയില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ 2 പേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? അയ്യോ വേണ്ടച്ചോ. ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ. നീ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടട്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി. നിനക്കെന്ത് നോക്കാനുള്ള? 1 കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടെ നടാ?
ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഓ ഇവനെ കൊണ്ട് എവിടെ ചെന്നാലും എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണ് അവൻ നാറാൻ പോകുന്നത് ആർക്കറിയാം. ഉണ്ണിങ്ങോട്ട് വന്നിട്ട് അവിടെ പാടാ. പാവം, അവൻ കിട്ടിയ കാശ് വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലികെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ആ, വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്കും കെട്ടണേ നേരാണ്, ഇല്ലെങ്കിൽ വഴിയിൽ നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയെണ്ണ. അവന്മാരെ മൂന്നിനെയും കണ്ടില്ലല്ലോ. പോണ്ടേ? ആ, അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങിയ പോലെ ആവുമോ അവനൊന്നും? നിന്റെ കരുനാക്കുണ്ട്. എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടം ആയതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന് പടവും എങ്ങനെ ഒത്തടാ? ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഫാദർ തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ട മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്നാ പ്രോഗ്രാം? അടുത്ത 5-ാം തീയതി കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരിയച്ഛന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചു. ഈ പ്രോഗ്രാം നമുക്ക് കോളമാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇടിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ. 12,000 രൂപ വെറുതെ പോയി.